പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി ദൈവം മുൻപാകെ താണിരിപ്പാൻ ഈ ഭൂപ്പരപ്പിൽ അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൽ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ യൂട്യൂബിൽ കൂടെ ശ്രവിക്കുന്ന ജാതി മത സംഘടനാ വ്യത്യാസം എന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അടിയൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. ആത്മീയമായി ചില ചിന്തകളാണ് ആത്മീയ തിരുവെഴുത്തിനടിസ്ഥാനത്തിൽ വിശുദ്ധ തിരുവെഴുത്ത് ആധാരമാക്കി ചില ആത്മീയ ചിന്തകൾ തരുവാനായി താല്പര്യപ്പെടുന്നു. ഒത്തിരി ആത്മീയ ചിന്തകൾ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് ചില പോയിന്റുകൾ തന്ന് അത് ദൈവദാസന്മാർക്ക്, ദൈവദാസിമാർക്ക്, കുടുംബാംഗങ്ങൾക്ക്, കുഞ്ഞുകുട്ടികൾക്ക്, വിശ്വാസ കുടുംബങ്ങൾക്ക്, ഇനി അതോടൊപ്പം തന്നെ ഇത് വായിച്ച് ധ്യാനിക്കുന്ന എല്ലാ ജാതി മത സംഘടനാ വ്യത്യാസമെന്ന എല്ലാവർക്കും ഇതൊരു അനുഗ്രഹവും വിടുതലും നന്മയ്ക്കും കാരണമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ 4 ചിന്തകൾ വെച്ച് ഒരു 5 പോയിൻ്റ് തരുവാനായി താല്പര്യപ്പെടുകയാണ്. അതിന് ഒന്നാമതായിട്ട് ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ് ഞാൻ ഇന്ന് പ്രാരംഭമായിട്ട് തരുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഭക്തൻ 119 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നു, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? 119 സങ്കീർത്തനം 122 വാക്യം. ഇതിനു മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് ഒരു പോയിൻ്റായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നാൽ ഇത് ആരും കേൾക്കാത്തത് കൊണ്ട് പുതുതായിട്ട് ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ എന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കുവാനായി താല്പര്യപ്പെടുന്നു. പലർക്കും ഇത് കേട്ട് മറക്കുന്നവരായതുകൊണ്ട് പിന്നെ കേട്ടത് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്, കേട്ടത് അധിക ശ്രദ്ധയോടെ കേൾക്കേണ്ടതിനായി വീണ്ടും വിടുകയാണ്. ഇബ്രായർ 2-ാം അധ്യായത്തിലെ കാര്യമാണ് പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലാവണം. കാരണം ഇന്ന് വിവിധ മേഖലകളിൽ ഭയപ്പെട്ടും ഭാരപ്പെട്ടും ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. അപ്പോൾ അവർക്കുമൊക്കെ ഒരു വിടുതലായി തീരട്ടെ. ഒരു ഭക്തൻ പ്രാർത്ഥിക്കുക. 119 സങ്കീർത്തനം 122 വാക്യം വായിക്കുന്നു. ഇങ്ങനെ ഞാൻ പറയുക: യഹോവേ ദൈവമേ, അടിയൻ്റെ നന്മയ്ക്ക് ഉത്തരവാദി ആയിരിക്കണമേ. ഒന്നാമത്തെ പ്രാർത്ഥന, അടിയൻ്റെ നന്മയ്ക്ക് ഉത്തരവാദി. കാരണം അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട്. കൂടെ നിൽക്കുന്നവർ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാതിരിക്കാനും, കൂടെ നിൽക്കുന്നവർ കളിപ്പിക്കും. കാരണം യെശയ്യാ 2:22 പറയുന്ന പോലെ മൂക്കി ശ്വാസമുള്ള മനുഷ്യനെ വിശ്വസിക്കരുതെന്നാണ്, അവനെ വിലമതിക്കാൻ എന്തുണ്ടെന്ന്. സാർശൊക്കെ 26-22 പറയുന്നു, അവൻ ഇതം പേശിനാലും അവനെ നമ്പാതെ അവൻ ഹൃദയത്തിൽ 7 അറുവറുപ്പുണ്ടെന്നാണ്. 7 abominations in the heart എന്ന്. അപ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. 12 സങ്കീർത്തനം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഭക്തന്മാർ ഭൂമിയിൽ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ ഭൂമിയിൽ കുറഞ്ഞു തുടങ്ങിയത് കൊണ്ട് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം. ഒന്നാമതായിട്ട് അടിയൻ്റെ നന്മയ്ക്ക് ഉത്തരവാദിയായിരിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. കാരണം അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്ന പോയിന്റുകൾ മാത്രം പറഞ്ഞു പോവുകയാണ്. രണ്ടാമതായിട്ട് യോബിൻ്റെ പുസ്തകം 16-19 അവിടെ വായിക്കുന്ന പദമേ, ഒന്ന്, ദൈവമേ നീ അടിയന് ജാമ്യക്കാരനായി കൂടെയിരിക്കണം. അല്ലെങ്കിൽ ദൈവമേ അങ്ങ് അടിയന് ജാമ്യക്കാരനായി കൂടെയിരിക്കണം. അതേ വാക്യത്തിൽ തന്നെ പറയുന്നു, ദൈവമേ അടിയന് സാക്ഷിയും അവിടെ തന്നെ ആയിരിക്കണം. ഈ രണ്ട് ഭാഗത്ത് നിന്നുകൊണ്ട് ചോദിച്ചാൽ കള്ളസാക്ഷികളുടെ ലോകം,
ഉൽപ്പത്തി പുസ്തകം 39 വായിച്ചു കഴിഞ്ഞാൽ ഒരു പോത്തിഫറിൻ്റെ ഭാര്യയും 2 കള്ളസാക്ഷികളും ഉണ്ടെങ്കിൽ ഏത് നീതിമാനും കാരാഗ്രഹം ഉറപ്പാണ്. അപ്പോൾ ഒന്ന്, എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലുണ്ട്, എൻ്റെ സാക്ഷി സ്വർഗത്തിലുണ്ട്. ഭക്തൻ പ്രാർത്ഥിക്കുക. അപ്പോൾ ഒന്ന്, നന്മയ്ക്ക് ഉത്തരവാദി; 2, ജാമ്യക്കാരൻ; 3, സാക്ഷി. 3 കാര്യമായ. 4 പറയുന്നു, യെശയ്യാ പ്രവചനം 38:4 പറയുന്നു, ദൈവമേ, നീ എനിക്ക് ഇടനിലക്കാരനായിരിക്കണമേ. അവിടെ എഴുതിയിരിക്കുന്നൊരു പദമാണ് ഇടനിൽക്കണമേ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ അവിടെ നിന്നോട്, കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ഇടനിലക്കാരനായിരിക്കണം. വേറൊരാൾ ഇടനിലക്കാരനായിരുന്ന എന്തു ചെയ്യും? ഇവിടെ നടക്കുന്ന അവിടെയും പോയി പറയും, അവിടെ നടക്കുന്നുവെന്ന് ഇവിടെയും പറയും. ഇനി അവിടെ ഒന്ന് ചിന്ത തരാം. നിൻ്റെ അടുത്ത് മറ്റൊരാളുടെ രഹസ്യമായിട്ട് വരുന്നെങ്കിൽ ഓർത്തു വേണം, നിൻ്റെ രഹസ്യം ചോർത്തിക്കൊണ്ട് പോകാനാണ് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പം 4 കാര്യമായി. 3 കാര്യം. ഒരു വാക്യത്തിൽ 2 കാര്യമുണ്ട്. ജാമ്യക്കാരൻ വളരെ ശ്രദ്ധിച്ചോണം. 1, നന്മയ്ക്ക് ഉത്തരവാദിയായിരിക്കണം; 2, ജാമ്യക്കാരനായിരിക്കണം; 3, എൻ്റെ സാക്ഷിയായിരിക്കണം; 4, ഇടനിലക്കാരനായിരിക്കണം; 5, ഏക മധ്യസ്ഥനായിരിക്കണം. തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 2:5, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ തന്നെ, അത് തന്നെത്താൻ മറുവിലയായി കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു തന്നെ. അടുത്ത 2-ാമത്തേതായിട്ട്, നാം പ്രകൃതി സൂര്യനെ കാണുന്നതിന് മുൻപ് നീതി സൂര്യനായ യേശു ക്രിസ്തുവിൻ്റെ മുഖം കാണണം. അതിനകത്ത് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, 17-ാം സങ്കീർത്തനം 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാനോ നീതിയിൽ അങ്ങയുടെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തനാണ്. അപ്പോൾ പ്രകൃതി സൂര്യനെ നോക്കുന്നതിനും മുൻപ് നീതി സൂര്യനായ കർത്താവിനെ നമ്മൾ കാണേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എന്തിനാണ് അതികാലത്തെ നമ്മൾ എഴുന്നേൽക്കേണ്ടത്? ഇന്ന് സ്വത്രം ഹൈന്ദവ സഹോദരങ്ങളാണെങ്കിൽ അവർ അതികാലത്തെ എഴുന്നേൽക്കും, 4 മണിക്ക് എഴുന്നേൽക്കും. മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ അവരും വെളുപ്പിന് എഴുന്നേറ്റ് വാങ്ക് വിളിക്കും. ബന്ധക്കോസ് ക്രിസ്ത്യാനികളായ നമ്മളാണെങ്കിൽ പുതച്ചുമൂടി സൂര്യൻ ഉദിച്ച് ദേഹത്ത് തട്ടിയാലും പിന്നെയും അലാറം വെച്ചാലും പിന്നെയും കിടന്ന് ആനെ ഓഫ് ചെയ്ത് വെച്ചിട്ട് കിടന്ന് ഉറങ്ങും. ഇതാണ് നമ്മളൊക്കെ. അധികാലത്ത് എന്തിനാണ് എഴുന്നേൽക്കുന്നത്? ഒന്നാമതായിട്ട് യോബിൻ്റെ പുസ്തകം 7:1, മർത്യന് ഭൂമിയിൽ യുദ്ധസേവ ഇല്ലയോ? അപ്പം അധികാലത്തെ എഴുന്നേൽക്കുന്നത്, മർത്യന് ഭൂമിയിൽ യുദ്ധസേവയുണ്ട്. അതിന് എഫേസ്യർ 6:10 മുതൽ 16 ഭാഗങ്ങൾ വായിച്ചാൽ മതി, എല്ലാം കൂടെ പറയാൻ പറ്റത്തില്ല. രണ്ടാമതായിട്ട് അവിടെ തന്നെ വായിക്കുന്നു, അവർ അധികാലത്തെ തെക്കോവ മരുഭൂമിയിലേക്ക് യാത്രയായി. അവർ അധികാലത്തെ തെക്കോവ, തെക്കേ ദേശത്തേക്ക് ഉള്ള മരുഭൂമിയിലേക്ക് യാത്രയായി. ചൂണ്ടിക്കാണിച്ചു തരുന്നതേ ഉള്ളൂ. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം 20-ാം വാക്യം. അധികാലത്ത് എന്തിനാണ് അധികാലത്തെ എഴുന്നേൽക്കുന്നത്? മർത്യന് യുദ്ധസഭയുണ്ട്. അവർ അധികാലത്തെ തെക്കോവ മരുഭൂമിയിലേക്ക്, തെക്കോവ മരുഭൂമിക്ക് യാത്രയായി, തെക്കേ ദേശത്തേക്ക് യാത്രയായി. എന്താണ് തെക്കേ ദേശത്തേക്ക് യാത്ര? തെക്കേ ദേശം യെശയ്യാ 30:6, ശുങ്കി, അണലി, കേസരി, പറക്കുന്ന അഗ്നിസർപ്പം, ഇതെല്ലാം ഉണ്ട്. അടുത്ത് തെക്കേ ദേശം 126-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ പറയുന്നു, തെക്കേ ദേശത്തിലെ തോട് വറ്റി വരണ്ട് കിടക്കുന്നു, എങ്കിലും ഭാവി പ്രവചനം.
അധികാലത്ത് എഴുന്നേൽക്കുന്നവൻ. യോശുവയുടെ പുസ്തകം 15:16 മുതൽ 19 വരെ വായിക്കുമ്പോൾ, കാലേബിൻ്റെ മകളെ അക്സയെ തെക്കേ ദേശത്തേക്കല്ലോ കെട്ടി എന്നെ അയക്കുന്നത് ഒരു ഉറവ തരണമെന്ന് പറഞ്ഞ അപ്പൻ കാലേബ് മലയിലും താഴ്വരയിലും ഉറവ കൊടുത്തു. ഇത്രയും ഭാഗങ്ങൾ രണ്ടാമത്തെ പോയിന്റിൽ പെടുന്നതാണ്. അപ്പോൾ അധികാലത്തെ ഒരുപാട് കാര്യങ്ങൾ, അധികാലത്തെയാണ് മന്ന പെറുക്കേണ്ടത്. പുറപ്പാട് ദിവസം 16 പഠിച്ച അധികാലത്തെയാണ് മന്ന പെറുക്കേണ്ടത്. അധികാലത്തെയാണ് ദൈവം സംസാരിക്കുന്നത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അധികാലത്തെ നീ അധികാലത്തെ എൻ്റെ അടുക്കൽ വരണം. മോശയോട് പറഞ്ഞു, അധികാലത്തെ വരണം. അപ്പോൾ അധികാലത്തെക്കുറിച്ച് ഒരുപാട് കാര്യം. മറിയ അധികാലത്തെ, മഗ്ദല മറിയ അധികാലത്തെ കല്ലറയ്ക്കലെത്തി, ഇരുട്ടുള്ളപ്പോൾ കല്ലറയ്ക്കലെത്തി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അധികാലത്തെ എഴുന്നേൽക്കുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാട് മോശയോട് അറിയിച്ച് ദൈവജനത്തെ വഴി നടത്താൻ വേണ്ടിയാണ്. അവൻ്റെ ദൃഷ്ടി മനുഷ്യൻ്റെ വഴികളിന്മേൽ ഇരിക്കുന്നു, അവൻ്റെ നടപ്പൊക്കെയും അവൻ കാണുന്നു. യോബിൻ്റെ പുസ്തകം 34:21, സങ്കീർത്തനം 32:8. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നാം വളരെ ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാവും. അടുത്തതായിട്ട് 4 കാര്യം എന്ന് പറയുന്നത് 34 സങ്കീർത്തനം 3-ാമത്തെ പോയിന്റാണ്. 34 സങ്കീർത്തനം 8-ാം വാക്യം പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. രണ്ടാമത് യിരെമ്യാ 9:23-24 വാക്യങ്ങൾ നിങ്ങൾ ചേർത്ത് വായിച്ചാൽ, പ്രശംസിക്കുന്നവൻ യഹോവയെ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ലാസ്റ്റിൽ പറയുന്നു, ഇത് സകലത്തെയും കുറിച്ച് ഗ്രഹിച്ചറിയുക. അപ്പോൾ ഒന്ന് രുചിച്ചറിയുക, സങ്കീർത്തനം 34:8. യിരെമ്യാ 9:23-24 കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ഗ്രഹിച്ചറിയുക, ദൈവത്തിൻ്റെതായ സൃഷ്ടിപ്പ് സകലത്തെയും കുറിച്ച് ഗ്രഹിച്ചറിയുക. മൂന്നാമതായിട്ട് വരുമ്പോൾ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. റോമർ 12:1-2 വായിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ 2-ാം വാക്യം. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുക. ഇതിനെക്കുറിച്ചൊക്കെ ഓരോന്നിനും ഓരോ മെസ്സേജ് എടുക്കുക, 1 മണിക്കൂർ. തിരിച്ചറിയുക. അടുത്തതായിട്ട് പറയുന്നത് അനുഭവിച്ചറിയാന്ന്. ഫിലിപ്പിയർ 3:10-11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ഞാൻ യേശുക്രിസ്തുവിൻ്റെ കഷ്ടതയും കൂട്ടായ്മയും കുറിച്ച് അനുഭവിച്ചറിയുന്നത്. അപ്പോൾ സങ്കീർത്തനം 34:8 രുചിച്ചറിഞ്ഞു, യിരെമ്യാ 9:23-24 ഗ്രഹിച്ചറിയുക, റോമർ 12:2 തിരിച്ചറിയുക, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിൻ്റെ കഷ്ടതയും കൂട്ടായ്മയും കുറിച്ച് അനുഭവിച്ചറിയുക. ഞാൻ ആ തിരുവെഴുത്തുകളെ ധ്യാനിച്ചപ്പോൾ രുചിച്ചറിഞ്ഞവൻ തെറ്റിപ്പോയി, ഗ്രഹിച്ചറിഞ്ഞവൻ തെറ്റിപ്പോയി, തിരിച്ചറിഞ്ഞവൻ സ്വതന്ത്രം തെറ്റിപ്പോയി, രുചിച്ചറിഞ്ഞവൻ തെറ്റിപ്പോയി, ഗ്രഹിച്ചറിഞ്ഞവൻ തെറ്റിപ്പോയി, തിരിച്ചറിഞ്ഞവൻ തെറ്റിപ്പോയി. എന്നാൽ അനുഭവിച്ചറിഞ്ഞവൻ പറഞ്ഞു, തിമത്തിയോസിനെ അപ്പോസ്തലനായ പോൾ പറയുന്നു, ഞാൻ നല്ല പോൾ. തിമത്തിയോസിന് 2 ലേഖനം 4:6-7 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ഞാൻ നല്ല പോർ പൊരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് എനിക്ക് മാത്രമല്ല ക്രിസ്തു യേശുവിൽ പ്രിയം വെച്ച ഏവർക്കും തന്നെ. അപ്പം 4 കാര്യം. അപ്പം ദൈവഹിതം, ഞാൻ അവിടെ ഒരു പോയിന്റ് കൂടെ തന്നിട്ടപ്പെടുന്നത്, ദൈവഹിതം എങ്ങനെയാണ് തിരിച്ചറിയുന്നത്. അതിന് 2 പോയിന്റ് തരാം. തെസ്സലോനിക്കർക്ക് 1 ലേഖനം 2:18, എനിക്ക് നിങ്ങളുടെ അടുക്കൽ വരണമെന്ന് ഞാൻ പലവട്ടം ആഗ്രഹിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടഞ്ഞു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിൽ 16:6 പറയുമ്പോൾ, ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. അപ്പം ഇവിടെ പറയുന്നു, ആത്മാവ് വിലക്കുന്നു,
ഇവിടെ സാത്താൻ തടയുന്നു. എങ്ങനെ നിങ്ങൾ തിരിച്ചറിയും? എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്? നാം എങ്ങനെ തിരിച്ചറിയും? നമുക്കെങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അതിനൊരു ചിന്താവിഷയം തരാം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 21-ാം അധ്യായവും ശമൂവേൽ 2-ാം പുസ്തകം 24-ാം അധ്യായം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇസ്രായേൽ ജനത്തെ എണ്ണുവാൻ ദാവീദിൻ്റെ ഹൃദയത്തിൽ സാത്താൻ തോന്നിച്ചു. ഇത് സാത്താനാണോ തോന്നിച്ചത്? ദൈവമാണോ? ദൈവം ദൈവത്തിൻ്റെ ആലോചനകൾ ദൈവം കൊടുക്കാറുണ്ട്. ഇവിടെ സാത്താൻ തോന്നിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം. അപ്പോൾ ഞാൻ ആത്മീയമായിട്ട് ഒരു ദൂത് പറഞ്ഞാൽ, പട്ടാളക്കാർ ഇവിടെ എണ്ണിയത്, ഇസ്രായേൽ ജനത്തെ എണ്ണിയിട്ടുണ്ട് നേരത്തെ. സംഖ്യാപുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായമൊക്കെ പഠിച്ച അവരെ എണ്ണം എടുത്തിട്ടുണ്ട്. പക്ഷെ എണ്ണം എടുക്കുന്നതിന് മുൻപ് വീണ്ടെടുപ്പ് വില കൊടുക്കണം. ഇത് ദാവീദിനറിയാം. അവരുടെ ഇടയിൽ ബാധ ഉണ്ടാകാതിരിക്കേണ്ടതിന് പുറപ്പാട് ദിവസം 30-11 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ ഇടയിൽ ബാധ ഉണ്ടാകാതിരിക്കേണ്ടതിന് 20 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വീണ്ടെടുപ്പ് വില കൊടുക്കണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ എല്ലാം അറിഞ്ഞ രാജാഭിഷേകം, പ്രവാചക, പുരോഹിതാഭിഷേകം പ്രാപിച്ച 3 വട്ടം തലയിൽ അഭിഷേകം വീണ വ്യക്തിക്ക് കാര്യങ്ങളെല്ലാം അറിയാം. എന്നിട്ട് എന്തുകൊണ്ട് അദ്ദേഹം ഇത് സാത്താനാണ് തോന്നിച്ചതെന്നും മനസ്സിലായിട്ടുണ്ട്? കാരണം തന്നെയല്ല, ഇവിടെ എണ്ണിയത് പട്ടാളക്കാരെയാണ്. ഇവിടെ എണ്ണിയത് പട്ടാളക്കാരെയാണ്. എന്നിട്ടും തൻ്റെ മന്ത്രിയായിരുന്ന യോവാബ് പറയുന്നുണ്ട്, അയ്യോ എണ്ണരുത്, അങ്ങനെ പറയരുത്, അവർ ആകാശത്തിലെ നക്ഷത്രങ്ങളോളം പെരുപ്പമുള്ളവരായി തീരട്ടെന്നൊക്കെ പറഞ്ഞിട്ടും പുള്ളി രാജാവായതല്ലേ, പുള്ളി കേൾക്കത്തില്ല. രാജാവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് കുറ്റിക്കാട്ടിൽ കിടന്നവനെ കൊണ്ടുവന്ന് വിളിച്ച് വേർതിരിച്ച് രാജാവാക്കി കഴിഞ്ഞപ്പോൾ സാത്താൻ തോന്നിച്ചപ്പോൾ സാത്താൻ്റെ തോന്നലിനോടുകൂടെ ചേർന്ന് നിന്നത് കൊണ്ട് 70,000 ചില്ലുവാനെണ്ണം അവിടെ നഷ്ടപ്പെട്ടു. പ്രവാചകനെ വിട്ട് 3 കാര്യം അറിയിച്ചാൽ പറഞ്ഞു, അയ്യോ ഞാൻ മനുഷ്യരുടെ കൈ വീഴരുതേ, അതുപോലെ ക്ഷാമം ഉണ്ടാകരുതേ, കണ്ണ് തിന്നണ്ടേ, ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ അങ്ങ് വീണോളാം. 70,000 നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ കരങ്ങളിൽ വീണെങ്കിലും 70,000 ചില്ലുവാനെണ്ണം നഷ്ടപ്പെട്ടില്ലേ? അവിടെ ഒരു നല്ലൊരു പോയിന്റ് കൂടെ കിടക്കുന്നുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരാം. നിലവിളിച്ച് കരഞ്ഞു. അങ്ങനെ വർണ്ണാൻ്റെ കളത്തിൽ യാഗം നടത്തുവാനായിട്ട് ചെന്നപ്പോൾ ഒരാത്മീയ ചിന്ത പറയുന്നെന്നുള്ളേ ഉള്ളൂ. വർണ്ണാൻ പറഞ്ഞു, ഞാനിതെല്ലാം ഫ്രീ ആയിട്ട് നിനക്ക് തന്നേക്കാം. ഇന്നത്തെ പുള്ളികളാണെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ ഞാനടക്കമാണെങ്കിൽ ഇത് ചാടി അങ്ങ് കമണ്ട് വീണേ, ഇത് ദൈവഹിതമാണെന്ന് പറഞ്ഞ് ചാടി അങ്ങ് വീണേനെ. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഞാനിത് മുഴുവിലക്കേ ഇത് വാങ്ങത്തുള്ളൂ. എന്താണ് മുഴുവില? അവിടെ ഒരു അടിവര ഇട്ടോണം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 21, ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 24-ാം അധ്യായം. മുഴുവില 11 ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 21 വരുമ്പോൾ അവിടെ എല്ലാവരുടെ ജനസംഖ്യ എണ്ണം എടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ യോവാബ് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ലേവ്യരുടെയും ബെന്യാമിൻ ഗോത്രക്കാരുടെയും അവരെ എണ്ണം എടുത്തില്ല. അവരുടെ എണ്ണം എടുത്തില്ല. അങ്ങനെ ഇത് ദാവീദിനറിയത്തില്ല. പക്ഷെ അവിടെ എഴുതിയ പരിശുദ്ധാത്മാവ് അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം, അങ്ങനെയാണെങ്കിൽ 600 വെള്ളിക്കാശ് പൊന്ന് കൊടുക്കേണ്ട കാര്യമില്ല. 12 5 60, 12 × 5 600 വെള്ളിക്കാശ്, അല്ലെങ്കിൽ 600 വെള്ളിക്കാശ്
600 താലന്ത്. നിങ്ങളാ ഭാവം വായിച്ചോണ്ട് ഞാനതെൻ്റെ ഒരു ചിന്തയായിട്ട് പറയാം. 12 പേർക്കും കണക്കാക്കി, എണ്ണാത്തവന് കൂടെ ചേർത്ത് കണക്കാക്കി മുഴുവല. അതാണ് മുഴുവല. ഇനി അത് ഫ്രീ ആയിട്ടാണ് ദാവീദ് വാങ്ങിച്ചിരുന്നെങ്കിൽ ഈ പണിത ഇവിടെ യാഗം നടത്തിയ അതേ സ്ഥലത്താണ് യെരൂശലേം ദേവാലയം പണിതത്. യെരൂശലേം ദേവാലയം അവിടെ പണിതു. ശലോമോൻ്റെ കാലത്ത് യെരൂശലേം ദേവാലയം പണിതു. ആളുകളൊക്കെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒർന്നാൻ ചിലപ്പോൾ തട്ടിപ്പോയിരിക്കാം. പക്ഷെ ഒർന്നാൻ്റെ മക്കളോട് പറയും, നീ വലിയ ഞെളിച്ചിലൊന്നും ഞെളിയണ്ട, കാരണം എൻ്റെ അപ്പൻ ഫ്രീ ആയിട്ട് കൊടുത്ത സ്ഥലമാണിതെന്ന്. അങ്ങനെ അവകാശം പറയുന്നവർ ഇന്നും ഉണ്ടല്ലോ. ദൈവനാമത്തിന് കൊടുത്തിട്ട് ഇത് എൻ്റേതാണെന്നും പറഞ്ഞിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ ഈ തിരുവെഴുത്തുകളെ മനസ്സിലാക്കിയാൽ ഈ ദൈവഹിതം തിരിച്ചറിയുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഈ ദൈവഹിതം തിരിച്ചറിയണമല്ലോ. ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവസന്നിധി ഇരിക്കണം. ഒരു കാര്യം കേട്ടാൽ എടുത്ത് ചാടരുത്. ഒരു തോന്നലുണ്ടായാൽ ഇത് ദൈവഹിതമാണോ അല്ലയോ എന്ന് അറിയണം. പാട്ടുകാരൻ പണ്ട് പാടിയതുപോലെ, ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടും, ഭീതി വേണ്ട ദൂതരുണ്ട് കാത്തുകൊള്ളുവാൻ. പിശാച് ഏത് സമയത്തും ഇടർച്ച കൊണ്ടിടും. അവൻ്റെ തൊഴിലതാ. അപ്പോൾ ഒന്ന് രുചിച്ചറിയുന്നു, 34 സങ്കീർത്തനം 8 വാക്യം. 2 ഗ്രഹിച്ചറിയുന്നു, യെരമ്യാ 9, 23, 24. 3 ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. 4 അനുഭവിച്ചറിയുന്നു. ദൈവഹിതം തിരിച്ചറിയുന്ന കാര്യം മനസ്സിലാക്കി. ലാസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയപ്പോൾ എന്താണെന്ന് അവർ അവിടുന്ന് മൂസിയിലെത്തി. അപ്പോസ്തലപ്രവൃത്തി 16-6-10 വരെ മൂസിയിലെത്തി. യേശുവിൻ്റെ ആത്മാവ് വിലക്കി. അവിടെ നേരെ തോവാസിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കണ്ടോ, വെളിപ്പാട് വേറെയാണ്. മക്കതോന്യക്കാരനായ ഒരുവൻ ഞങ്ങളെ വന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുക. അപ്പോൾ ദൈവം എന്തെങ്കിലും ഒരു ഉദ്ദേശം പരിശുദ്ധാത്മാവ് തടഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായി ഇവിടെ പരിശുദ്ധാത്മാവാണ് വിലക്കിയതെന്നും. തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 2:18 സാത്താനാണ് തടഞ്ഞതെന്നും അവർക്ക് മനസ്സിലായി. നമ്മളാണെങ്കിൽ എല്ലാം ബന്ധനോ എന്ന് പറയും. എല്ലാം ബന്ധനോ. യോബിൻ്റെ കുടുംബത്തെ നഷ്ടപ്പെട്ടത് മുഴുവനും ബന്ധനമാണ്. ഏതെടുത്താലും ബന്ധനമാണ്. ഏത് കാര്യം പറഞ്ഞാലും ബന്ധനമാണ്. ബന്ധനത്തിന് മുൻതൂക്കം, പിശാചിന് മുൻതൂക്കം. പക്ഷേ ദൈവത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നവർ ഇതൊക്കെ കാൽക്കീഴയാക്കും. അടുത്തതായിട്ട് ഇപ്പം 3 പോയിൻ്റായി. അടുത്ത 4-മതായിട്ട് ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 1-ാം അധ്യായം തിരുവെഴുത്തുകളെ ധ്യാനിക്കുന്ന ദൈവഭക്തന്മാരോട് ചോദിച്ചാൽ അതിനകത്ത് പൗലോസ് അപ്പോസ്തലനെ അവിടെ 4 അധ്യായമുണ്ട് ഫിലിപ്പിയ ലേഖനത്തിൽ. 4 മൈൻഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൽ 1-ാമത്തെ മൈൻഡ് എന്ന് പറയുന്നത് ലളിതമായ മനസ്സെന്ന. 1-ാം അധ്യായം ഫുള്ള് വായിച്ചു കഴിഞ്ഞാൽ അറിയാം. പോളിൻ്റെ ലളിതമായ മനസ്സ്, അതായത് സിമ്പിൾ മൈൻഡ്. സിമ്പിൾ മൈൻഡുകാരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലൊരു 4-5 കൂട്ടം കാര്യം വേണേൽ പറഞ്ഞത്. സിമ്പിൾ മൈൻഡുകാർ അവർക്കുണ്ടാകുന്നത് സിമ്പിൾ മൈൻഡ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പറയുന്നതെന്ന് പറഞ്ഞു കളയരുത്. എനിക്ക് ഇംഗ്ലീഷൊന്നും അറിയത്തില്ല. സിമ്പിൾ മൈൻഡ് ഞാൻ പുസ്തകത്തിൽ വായിച്ചതാണ്. സിമ്പിൾ മൈൻഡ്, ലളിതമായ മനസ്സ്. അവർക്കിടെ കുഴപ്പം 1 ടെൻഷൻ, നിരാശ, കോപം, ഡിപ്രഷൻ, ഡൗട്ട്, അനുസരണയില്ലായ്മ. ഡൗട്ട്, സംശയം. ഏതെടുത്താലും സംശയം. ഇത് ഈ സിമ്പിൾ മൈൻഡുകാരുടെ ഒരു
കണ്ടുവരുന്നതായ ഒരു കാര്യമാണ് ലളിതമായ മനസ്സ്. 4 മൈൻഡ്. അപ്പോൾ 1-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ ലളിതമായ മനസ്സ്, 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ താഴ്മയുള്ള മനസ്സ്. അപ്പോൾ എന്താ താഴ്മ? 14 ലേഖനം അദ്ദേഹം എഴുതി, എബ്രായ ലേഖനം മാറ്റി നിർത്തുന്നു, ഫിലിപ്പിയ ലേഖനവും മാറ്റി നിർത്തിയിട്ട് ബാക്കി 12 ലേഖനം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ 1:1 ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ 12 അധ്യായങ്ങളും വായിച്ചു പോകുമ്പോൾ 12 പുസ്തകങ്ങളും നിങ്ങൾ വായിച്ചു പോകുമ്പോൾ 14 ലേഖനവും നിങ്ങൾ എടുത്തിട്ട് എബ്രായ ലേഖനം മാറ്റി വെച്ചിട്ട് ഫിലിപ്പിയ ലേഖനം മാറ്റി 12 ലേഖനം നിങ്ങൾ എടുത്തു വെച്ച് നോക്കാം. 1-ാം അധ്യായം 1-ലേക്ക് വരുന്നത് അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1:1 വരുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ക്രിസ്തു യേശുവിൻ്റെ ദാസനാണ്. അപ്പം ബാക്കി 12-ലും താൻ അപ്പോസ്തലൻ എന്നുള്ള പേര് എടുത്തു പറയുമ്പോൾ ഇവിടെ ദാസനായി, ക്രിസ്തു യേശുവിൻ്റെ സർവൻ്റായി, അടിമയായി മാറുന്നു. കാരണം ഇരമ്യ 23:24, ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്തൊളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അവൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ആകാശവും ഭൂമിയും നിറഞ്ഞിരുന്ന യഹോവയാം ദൈവം ഫിലിപ്പിയർ 2:6 വരുമ്പോൾ 6, 7, 8 വാക്യത്തിലേക്ക്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. അതുകൊണ്ട് ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തിയത് കൊണ്ട്, ഏൽപ്പിച്ചത് കൊണ്ട് എനിക്ക് ഇവിടെ അപ്പോസ്തലനാകണ്ട, എനിക്ക് ക്രിസ്തു യേശുവിൻ്റെ ദാസനായി മാറിയാൽ മതി. ആ വെളിപ്പാടാണ്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യ അവതാരത്തെക്കുറിച്ചുള്ള വെളിപ്പാട് തൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ താൻ പറയുന്നു, ഉയരങ്ങളിൽ നിന്ന് ആകാശവും ഭൂമിയും നിറഞ്ഞിരുന്നവൻ ഭൂമിയിലേക്ക് താണിറങ്ങി ഒരു മറിയയുടെ, ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു കൊത്തുമല്ലിയുടെ രൂപത്തിൽ ഉരുവാകത്തക്ക നിലയിൽ തന്നെ ചുരുക്കി, തന്നെ താഴ്ത്തി. അപ്പോൾ 2-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹംബിൾ മൈൻഡാണ്, താഴ്മ. എവിടെ നോക്കിയാലും എന്തില്ല, താഴ്മയില്ല, ഹംബിൾനെസ് ഇല്ല. അപ്പോൾ 1-ാമത്തെ അധ്യായം സിമ്പിൾ മൈൻഡാണെങ്കിൽ 2-ാമത്തെ അധ്യായം ഹംബിൾ മൈൻഡാണ്. അതായത് 1-ാമത്തെ അധ്യായം ലളിതമായ മനസ്സ്, 2-ാമത്തെ അധ്യായം താഴ്മയുള്ള മനസ്സ്. അവൻ 4-ാം അധ്യായത്തിൽ വായിക്കുന്നു, 4:4 മുതൽ, യാക്കോബിൻ്റെ ലേഖനം 4:4 മുതൽ, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5:4-5 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, 6-7 വാക്യങ്ങളെ ചേർത്ത് വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, നിങ്ങൾ കീഴടങ്ങിയിരിപ്പിൻ, നിങ്ങൾ താണിരിപ്പിൻ. ആരാ കീഴടങ്ങുന്നത്? ആരാ താഴുന്നത്? താഴാൻ ആരും തയ്യാറല്ല. അത് എല്ലാവർക്കും ഇത് മനസ്സിലാവണം. ശാന്തമായ അന്തരീക്ഷത്തിൽ ആരും താഴത്തില്ല, ആരും വിട്ടുകൊടുക്കാൻ തയ്യാറാത്തില്ല. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്നത് പോലെ, മുയലിന് കൊമ്പില്ല. പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അട്ടയ്ക്ക് കണ്ണും കുതിരയ്ക്ക് കൊമ്പും കൊടുത്തിരുന്നുള്ള അവസ്ഥ. ഇനി കർത്താവായ യേശുക്രിസ്തുവിനെ ശിഷ്യന്മാരോട് കഴുതയെ അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ യവന്മാർ കുതിരയെങ്ങാനും അഴിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ നോക്കിയ, കുതിര 4 ചാട്ടം ചാടി കർത്താവിനെ എടുത്ത് എന്ത് ചെയ്തു? എടുത്ത് തള്ളി റോഡിലിട്ടേനായിരുന്നു. എന്നിട്ട് കുതിര പറയുമായിരുന്നു, ഞാനാണ് രാജാവെന്ന്. മനസ്സിലായി?
കാരണം കർത്താവിനെ തള്ളി താഴെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് താഴ്മയുള്ള മനസ്സ്. ഒരു കാര്യം കൂടെ അവിടെ പറഞ്ഞ് അടുത്തതിലേക്ക് വരാം. മേഘം മുകളിൽ വന്ന് നിന്നാൽ, പത്രോസ് എഴുതി 4:5-6-7 കൂടെ ചേർത്ത് വായിച്ചാൽ മതി. മേഘം മുകളിൽ വന്ന് നിന്നാൽ മോശ എത്ര ദൈവശബ്ദം കേട്ട ഒരു വ്യക്തിയാണെങ്കിലും മോശ മേഘത്തിന് കീഴെ ഇരിക്കണം. എടുത്ത് പുറത്ത് ചാടാൻ പാടില്ല. മേഘത്തിന് കീഴെ എല്ലാവരും ഇരിക്കണം. ഒരു പ്രത്യാശ അപ്പോഴും ഉണ്ട്. ഒരിക്കൽ മേഘം പൊങ്ങും, ഞങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. ഈ മേഘത്തിന് കീഴിലിരിക്കുമ്പോഴും ലക്ഷ്യം വാഗ്ദത്ത കനാനായിരിക്കണം. എവിടെയായിരുന്നാലും ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും നിത്യതയായിരിക്കണം ലക്ഷ്യം. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 2:23-24 ചേർത്ത് പഠിച്ചാൽ മതി. നിങ്ങൾ ആദ്യം മുതൽ കേട്ട വാഗ്ദത്തത്തിന് ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ പിതാവും പുത്രനും നിങ്ങളിൽ വസിക്കുന്നു. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ആ നിത്യജീവൻ പ്രാപിക്കണം, ആ നിത്യതയിലെത്തണം. അതായിരിക്കണം ലക്ഷ്യം. അപ്പോൾ ഒന്ന് ലളിതമായ മനസ്സ്, 2 താഴ്മയുള്ള മനസ്സ്. ഒന്ന് ലളിതമായ മനസ്സ്, 2 താഴ്മയുള്ള മനസ്സ്, 3 ആത്മീയ മനസ്സ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്പിരിച്വലി കയറുകയാണ്, ആത്മീയമായി മുന്നേറുകയാണ്. 1:10-11 പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിൻ്റെ കട്ടതയും കൂട്ടായ്മയും കുറിച്ച് ഞാൻ അനുഭവിച്ചറിയും. പുള്ളി ആത്മീയ മണ്ഡലത്തിലേക്ക് കയറി. അപ്പോൾ ലളിത മനസ്സിൽ നിന്ന് താഴ്മയുള്ള മനസ്സിൽ വന്നു, താഴ്മയുള്ള മനസ്സിൽ നിന്ന് ആത്മീയ മനസ്സിലേക്ക് വന്നു. അപ്പോൾ ഈ ആത്മീയ മനസ്സിലേക്ക് വന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കട്ടത തനിക്ക് അനുഭവമായി മാറി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ് അനുഭവമായിരുന്നു. 2-ാം നൂറ്റാണ്ട് വന്നപ്പോൾ അനുകരണമായി മാറി. 3-ാം നൂറ്റാണ്ട് വന്നപ്പോൾ അഭിനയമായി മാറി. 4-ാം നൂറ്റാണ്ട് വന്നപ്പോൾ ചിലർക്കൊക്കെ അലർജിയായി മാറി. എന്നാൽ അനുഭവമുള്ള ദൈവദാസന്മാർ, ദൈവദാസിമാർ, വിശ്വാസ കുടുംബങ്ങൾ, ഇത് അവർക്കൊന്നും ഇത് അലർജി അല്ല, ഇത് അനുഭവമാണ്. അവിടെ നിന്നുകൊണ്ടൊരു ചിന്ത കൂടെ തരാം. പ്രഭാഷണം 16-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ അറിയാം. ദൈവം കൊടുത്ത 1-ാമത്തെ മന്ന അവർ പേരിടുന്നു. ആദ്യം 1-ാമത് കൊടുത്ത ഗുൽഗുൽ 16:30 മുതൽ വായിക്കുമ്പോൾ തേൻ കൂട്ടിയ ദോശ പോലെ രുചിയുള്ള മന്നായ ദൈവം കൊടുക്കുന്നു. ദൈവം അതിൽ നിന്ന് തന്നെ ഇടങ്ങഴി എടുത്ത് മാറ്റുവാനും പറയുന്നു. എബ്രായർ 9-ാം അധ്യായം 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ അറിയാം. ആ മന്ന 2-ാമത് സംഖ്യാപുസ്തകം 11 വരുമ്പോൾ 5-6 വാക്യത്തിലേക്ക് വരുമ്പോൾ അത് എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെയായി. പിന്നത്തേതിൽ വരുമ്പോൾ സംഖ്യാപുസ്തകം 20-5-6 വരുമ്പോൾ അതെന്തായി മാറിയെന്നറിയാമോ? അത് സാരമില്ലാത്ത ഈ മണ്ണ ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. അതുകൊണ്ട് ദൈവം പറഞ്ഞ് ഇടങ്ങഴിയെടുത്ത് ആദ്യത്തെ യമ്മയുടെ വാഗുകൊണ്ട് പറഞ്ഞ ഇടങ്ങഴിയെടുത്ത് മാറ്റിക്കുക. കാരണം ദൈവവചന ഇന്നും തേനിനേക്കാൾ തേങ്കട്ടയേക്കാൾ മധുരമാണ് ദൈവഭക്തന്മാർക്ക്. വിശ്വസ്തയോടെ വിശുദ്ധിയോടെ വേർപാടോടെ നിൽക്കുന്ന അനുഭവമുള്ള ദൈവഭക്തന്മാർക്ക് 19-ാം സങ്കീർത്തനം 10-ാം വാക്യം, 119-ാം സങ്കീർത്തനം 72-ാം വാക്യം, 1000 പൊൻവെള്ളി നാണ്യത്തെക്കാൾ അവൻ്റെ വായിൽ നിന്ന് വീഴുന്ന വചനം, വരുന്ന വചനം, നമുക്ക് തന്നിരിക്കുന്ന വചനം എത്ര മാധുര്യമേറിയത്. 19-ാം സങ്കീർത്തനം തേനിനേക്കാൾ തേങ്കട്ടയേക്കാൾ മധുരമേറിയത്. യിരെമ്യാ 15:16 പറയുന്നു, ഞാൻ യഹോവയുടെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ഭക്തന്മാർക്ക് അനുഭവമുണ്ട്. യോബിൻ്റെ പുസ്തകം 23:12 പറയുന്നു, നിന്റെ ആഹാരത്തെക്കാൾ എൻ്റെ വചനത്തെ സൂക്ഷിച്ചിരിക്കുന്നു.
വചനം. അപ്പോൾ ഈ വചനത്തിനാണ് പവറ്. യേശുക്രിസ്തു പോലും വചനം കൊണ്ട് ആ ശത്രുവിനോട് പോരാടിയത്. മത്തായി 4 എസ്കേലിനോട് ദൈവം 3-ാം അധ്യായത്തിൽ പറയുന്നു, എസ്കേലിനോട് പറയുന്നു 3-ാം അധ്യായത്തിൽ, നീ ചുരുൾത്തുനിന്ന് ഉദരം നിറയ്ക്കുക, എന്നിട്ട് പ്രവചിക്കുക. ഇസ്രായേൽ ജനത്തിനോട് പ്രവചിക്കേണ്ടത് ഉദരം നിറയ്ക്കണം. തമിഴ് ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ കുടൽ നിറയ്ക്കണം. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ സ്പിരിച്വൽ മൈൻഡ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ കട്ടതയും കൂട്ടായ്മയും കുറിച്ച് ഞാൻ അനുഭവിച്ചറിയുന്നു. 4-ാം അധ്യായത്തിലേക്ക്, ഫിലിപ്പിയർ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുള്ളി സ്റ്റേബിളാകുന്നു എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള മനസ്സായി മാറുന്നു. തനിക്ക് ഉറപ്പാണ്. പ്രാർത്ഥിക്കുക, ഉറപ്പില്ലാതെ തന്നെ. ഒരിക്കൽ ഫിലിപ്പിയ സഭ, അന്ത്യോക്യ സഭ അദ്ദേഹത്തെ, പൗലോസ് അപ്പോസ്തലനെയും ബർന്നബാസിനെയും പ്രാർത്ഥിച്ചാണ് പറഞ്ഞയച്ചത്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 1 മുതൽ 5 വരെ. അവരല്ല പറഞ്ഞയച്ചത്, പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ചു. തൻ്റെ വേലയ്ക്കായി വേർതിരിപ്പീനെന്ന് പറഞ്ഞ് അങ്ങനെ പരിശുദ്ധാത്മാ നിയോഗത്താൽ അവിടെ ദൈവദാസന്മാർ കൈവച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞയച്ചു. പക്ഷെ ഇവർ വിചാരിച്ചു ഇവർ സഹായിക്കുമെന്ന് വിചാരിച്ചു. ശുശ്രൂഷയ്ക്ക് അങ്ങ് ഇറങ്ങി. ഇവരങ്ങോട്ട് ശുശ്രൂഷയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കാൻ തുടങ്ങി. പക്ഷേ ഈ സഹായിക്കുമെന്ന് പറഞ്ഞവർ ആരും സഹായിച്ചില്ല. പക്ഷെ അവിടെ ഒരു ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്, ദൈവം അടുത്തൊരു സഭയെ കണ്ടിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ആത്മീയ നിലവാരം പുലർത്തിയിരുന്ന ഒരു സഭയെ ദൈവം കണ്ടിരുന്നു അവർക്ക് വേണ്ടി. ഇവരുടെ സുവിശേഷ വേലയിൽ ആവശ്യത്തിനുള്ള നന്മകൾ ഇവർക്ക് കൊടുത്തു എന്നാണ് ഒരു പുസ്തകത്തിൽ വായിച്ചത്. ഇവർക്ക് ഇഷ്ടം പോലെ എല്ലാ കാര്യങ്ങളും ഈ ഫിലിപ്പിയ സഭ ചെയ്തു കൊടുത്തു. ഇന്നുകൊണ്ട് ഇതുപോലത്തെ സഭകളുണ്ട്. കഷ്ടപ്പെടുന്ന സുവിശേഷം അറിയിക്കുന്ന ദൈവദാസന്മാരെ സഹായിക്കുന്ന സഭകൾ ഇന്നുമുണ്ട്. എല്ലാവരും അല്ല. ഇന്ന് ചിലർ ഞങ്ങളുടെ സംഘടനയുള്ള ഒരു നമ്മളൊക്കെ പുറത്തോട്ട്, ഞങ്ങളൊക്കെ ഇൻഡിപെൻഡൻ്റായിട്ട് വർക്ക് ചെയ്യുക. ഞങ്ങളൊക്കെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഏത് കൂട്ടായ്മയെന്ന് ആദ്യം ചോദിക്കും. ഒന്ന് നോക്കാമെങ്കിൽ നല്ലത് തന്നെയാണ് സംഘടന. അങ്ങനെ ആ സംഘടനയുള്ളവർക്കാണെങ്കിലേ പ്രോഗ്രാം കിട്ടത്തുള്ളൂ. എല്ലാം കൊടുക്കില്ല, അവർ കൊടുക്കത്തില്ല. എത്ര വചനം പ്രസംഗിച്ചാലും അവരിതുവരെ കേട്ടിട്ടില്ലാത്ത മർമ്മങ്ങളെ പറഞ്ഞാലും ഇവർ കൊടുക്കത്തില്ല, പ്രോഗ്രാം കൊടുക്കത്തില്ല. കാരണം നിങ്ങൾ ഞങ്ങളുടെ സംഘടനക്കാരനല്ല. അത് പോട്ടെ, കുറ്റം പറയുന്നതല്ല, അനുഭവങ്ങളാണ് പറയുന്നത്. എന്താണ് സ്റ്റേബിളാകാനുള്ള കാരണമായി പറയുന്നത്? അങ്ങനെ ഇവർ നാളുകൾ സഹായിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഫിലിപ്പിയ സഭയ്ക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടും കഷ്ടതകളും നേരിട്ട് കഴിഞ്ഞപ്പോൾ ഫിലിപ്പിയർ 4-ാം അധ്യായം താൻ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ 13 മുതൽ 19 വരെ നമ്മൾ വായിക്കുമ്പോൾ താൻ മുട്ടുമടക്കി ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ട് 19-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന്. അപ്പോൾ യേശു ക്രിസ്തു പൂർണ്ണമായി തീർത്തു കൊടുക്കുമെന്ന് പറയത്തക്ക നിലയിൽ അദ്ദേഹം ഉറച്ചത് മാത്രമല്ല, ഫിലിപ്പിയർ 4:4 പറയുന്നു, എപ്പോഴും സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. ക്രിസ്തുവിൽ സന്തോഷിക്കാനാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് പറയുന്നു 4:6 പറയുന്നു, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. അതിന് ലൂക്കോസ് 12-ന്റെ 5-6 വാക്യങ്ങൾ 7 വാക്യങ്ങളൂടെ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും
സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അപ്പോൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. 4-ാം അധ്യായം പഠിച്ചാൽ താൻ ഉറക്കുകയാണ്, താൻ മറ്റുള്ളവരെ ഉറപ്പിക്കുകയാണ്. ആദ്യം നാം ഒന്ന് സ്റ്റേബിളാകണം. 38:4 പറയുന്നത് പോലെ 38:4 പറയുന്നു, ആടി ഉലഞ്ഞു നിന്ന പെട്ടകം നിന്നകളാലും കൂക്കുവിളികളാലും ആയിരുന്ന അവസ്ഥയിൽ നിന്ന് പെട്ടകം പണിതു. ദൈവം വാതിൽ എല്ലാത്തിനെയും ദൈവം പറഞ്ഞതുപോലെ ഉള്ളതിനെ എല്ലാത്തിനെയും പെട്ടകത്തിനകത്ത് കയറ്റി യഹോവ വാതിലടച്ചു. 7 ദിവസം കൂടെ പിന്നെയും അവിടെ ഇരുന്നു കൂക്കുവിളി കേൾക്കാൻ. മനസ്സിലല്ലേ? 7 ദിവസം കൂടെ മഴ പെയ്യും എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. നാട്ടുകാർ വെറുതെ വിടുമോ? നാട്ടുകാർ കൂക്ക് വിളിക്കത്തില്ലേ? അപ്പോൾ എങ്കിലും കിടക്കുന്ന ഒരു പദം ഇതാണ്, 8:4, 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. അപ്പോൾ ഉറപ്പായി. പണ്ടൊരാൾ ചോദിച്ചല്ലോ, ഉറപ്പാണോ? ഉറപ്പ്. ഉറപ്പിലേക്ക് ഞാൻ കടക്കുന്നില്ല. എൻ്റെ ചിന്താവിഷയം എന്ന് പറയുന്നത് ചില ആത്മീയ ചിന്തകൾ ദൈവജനത്തിലേക്ക് എത്തിക്കുക. ഞാൻ ആരെയും കുറ്റം പറയാനൊന്നുമില്ല. വചനം മാത്രമേ ചൂണ്ടിക്കാണിക്കാറുള്ളൂ. വചനം മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത പോയിന്റ് സ്നേഹത്തെക്കുറിച്ച്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം നിങ്ങൾ വായിച്ചു. അതിന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ച 4 സ്നേഹത്തെക്കുറിച്ച് ഞാനൊന്ന് ഓടിച്ചു പറയാം. 4 സ്നേഹം. ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പദമെന്ന് പറയുന്നത് സ്റ്റോർഗെ എന്ന്, ഗ്രീക്കിൽ സ്നേഹം. ഇന്നത്തെ സ്നേഹം എന്ന് പറയുന്നതെല്ലാം കാപട്യം. കാശുണ്ടോ സ്നേഹമുണ്ട്, കാശില്ലയോ. ഇന്ന് രാവിലെ ഒരു സഹോദരൻ വിളിച്ചിട്ട് പറയുകയായിരുന്നു, ആ സഹോദരൻ കൂടെ കേൾക്കാൻ വേണ്ടി പറയുക, ആരും നമ്മെ സഹായിക്കത്തില്ല. നമുക്ക് പൈസയുണ്ടോ? പൈസയുടെ സ്നേഹം നമ്മളോട് എല്ലാവർക്കും ഉണ്ടാകും. ഒരു വ്യക്തി പറഞ്ഞതുപോലെ, കടമില്ലാതെ നടന്നു പോകുന്നവരെ ആരും ഇഷ്ടപ്പെടാറില്ല. എന്നാൽ കടം വാങ്ങിച്ച് കാറിൽ പോകുന്നവരെ ജനം ഇഷ്ടപ്പെടുന്നു, അവരോട് കൂടെ നിൽക്കാൻ തയ്യാറാകും. കടമില്ലാതെ നടന്നു പോകുന്നവനെ ആർക്കും ഇഷ്ടമല്ല. കടം വാങ്ങിച്ച് കാറ് വാങ്ങിച്ച് അതിൽ യാത്ര ചെയ്യുമ്പോൾ ജനമെല്ലാം അതിൽ പ്രിയപ്പെടുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു. എന്താണ് ഒറിജിനൽ സ്നേഹം? എന്താണ്? തിരുവെഴുത്തുകളുടനീളം യോഹന്നാൻ്റെ ലേഖനം എന്നൊക്കെ പറയുന്നതെല്ലാം സ്നേഹത്തെക്കുറിച്ചാണ്. കുഞ്ഞുങ്ങളെ ഒരിക്കൽ തീയിറക്കി നശിപ്പിക്കാൻ നോക്കിയ പാർട്ടിയാണ്. കർത്താവേ, ഈ ശമരിയക്കാരെ ഞങ്ങൾ തീയിറക്കി ഏലിയാവ് ചെയ്തതുപോലെ ഞങ്ങൾ തീയിറക്കട്ടോ എന്നൊക്കെ ചോദിച്ച പാർട്ടി സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായി മാറി. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ, 1-ാം ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ പറയുന്നു, 13-ാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. അതിൽ 4 കാര്യം അതിൽ നിന്ന് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. സ്നേഹം എന്താണ്? സ്നേഹം ഒന്ന് സ്റ്റോർഗെ, അതിന് കൊടുക്കുന്ന പദമാണ്, നിർവചനമാണ് വാത്സല്യം. ഈ വാത്സല്യം എന്ന് പറയുമ്പോൾ അപ്പന് മക്കളോട് സ്നേഹമേ ഉള്ളൂ. അതായത് 103-ാം സങ്കീർത്തനം അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ. അപ്പോൾ അത് സ്നേഹമേ ഉള്ളൂ. ഇവിടെ വാത്സല്യമാണ്.
എഫ്രൈമിനെ കുറിച്ച് പറഞ്ഞ അവൻ്റെ വാത്സല്യ പുത്രൻ എന്നാണ് പറയുന്നത്. വാത്സല്യത്തെ കാണിക്കും. സ്റ്റോർഗെ എന്ന് പറഞ്ഞാൽ അത് പിന്നെ പറയാം. രണ്ടാമതായിട്ട് ഈറോസാണ്. ഈറോസ് എന്ന് പറയുന്നത് ഇണകൾ തമ്മിൽ പ്രകടിപ്പിക്കുന്ന സ്നേഹമാണ്. അതിൻ്റെ വ്യത്യസ്തത നോക്കണേ. ഈറോസ് എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹമാണ്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ 1 മണിക്കൂർ പറഞ്ഞുകൂടെ? എത്ര പേർക്കുണ്ട് സ്നേഹം? ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഫേസ്ബുക്ക് പേജിൽ ഞാനിട്ടു, പരമാർത്ഥ സ്നേഹം, പരമാർത്ഥത, പരമാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കുക, പരമാർത്ഥതയോടുകൂടെ വചനം പ്രസംഗിക്കുക, പരമാർത്ഥതയോടുകൂടെ സ്തോത്രം പറയുക, ആരാധിക്കുക, വചനം ധ്യാനിക്കുക, എല്ലാത്തിനും പരമാർത്ഥത. എബ്രായർ 10:22 ആർക്കുണ്ട്? ആ പരമാർത്ഥ സ്നേഹം ആർക്കുണ്ട്? ഉൽപ്പത്തി 33 നിങ്ങൾ പഠിച്ചു നോക്കിയേ. ഞാൻ ചുരുക്കി പറയുകയാണ്. യാക്കോബ് 20 വർഷത്തിന് ശേഷം ജ്യേഷ്ഠനെ കണ്ടു. ആദ്യം ആരോടായിരുന്നു സ്നേഹം? അന്നേരവും ലേയുടെ സ്നേഹമില്ല. ആരോടാ സ്നേഹം? പുള്ളിക്ക് സ്നേഹം റാഹേലിനോടാണ്. തെളിവ് അവിടെ വായിച്ചാൽ മതി. 32 വായിക്കണം തെളിവ് വേണമെങ്കിൽ. ഉൽപ്പത്തി പുസ്തകം 32. ആദ്യം ദാസന്മാരെയും ദാസിമാരെയും വിട്ടു, അവരുടെ മക്കളെ വിട്ടു, കഴുത ആട് കംപ്ലീറ്റ് വിട്ടു. അത് കഴിഞ്ഞിട്ട് ലേയും കുടുംബത്തെയും വിട്ടു. അപ്പോൾ ആരോടാ സ്നേഹം? എന്നിട്ട് റാഹേലിനെയും യോസഫിനെയും ചേർത്ത് നിർത്തി. അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ചേട്ടൻ്റെ അടുത്ത് ചെന്നു. ചേട്ടൻ പണ്ടൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു, നിന്നെ ഞാൻ കൊല്ലുമെന്ന്. ആ പേടിയോടുകൂടെ അവിടെ ചെല്ലുക. കാരണം ഈ ദാസന്മാരോട് സ്നേഹമില്ലായിരുന്നു, ദാസിമാരോട് സ്നേഹമില്ലായിരുന്നു, തൻ്റെ ഒന്നാമത്തെ ഭാര്യയായ ലേയോട് സ്നേഹമില്ലായിരുന്നു. ഇതൊന്നും സ്നേഹമില്ലായിരുന്നു ഞങ്ങൾക്ക്. ദാസിമാരോട് സ്നേഹമില്ലായിരുന്നു. എല്ലാം അതൊക്കെ കാര്യസാധ്യങ്ങളായിരുന്നു. പക്ഷേ റാഹേലിനോട് സ്നേഹമുണ്ടായിരുന്നു. അപ്പോൾ ആ സ്നേഹത്തിന് വ്യത്യസ്തതയുണ്ട്. അതുപോലെ ഇവിടെ പറയുന്നത് യേശാവിൻ്റെ അടുത്ത് ചെന്ന് 33 യേശാവിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേ കെട്ടിപ്പിടിച്ച് ചുമ്മനൊക്കെ കൊടുത്തു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് നല്ല മനസ്സായിരുന്നു, നല്ല സ്നേഹമായിരുന്നു ചേട്ടന് അനിയനോട്. തട്ടിച്ചു പോയെങ്കിലും എനിക്കും ദൈവം നന്മകളൊക്കെ തന്നല്ലോ, കുഴപ്പമില്ല, ആടുമാടുകളും ആൾക്കാരും ഇഷ്ടംപോലെ ഉണ്ടെന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം സമാധാനപ്പെട്ടു. പക്ഷേ ഈ പുള്ളി സ്നേഹം നടിച്ച തോളെ കടന്ന് കള്ളക്കരച്ചിലും കരഞ്ഞിട്ട് ഒരൊറ്റ പോക്കാ സുക്കോത്തിലോട്ട്. ചേട്ടൻ വിളിച്ച് വാ, ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നോ നെവർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ പോക്ക തിരിഞ്ഞ് സുക്കോത്തിലേക്ക്. അത് തൻ്റെ നാശത്തിനും കുടുംബത്തിന് നാശത്തിനുമൊക്കെ സുക്കോത്തിലെ ജീവിതം, ശേഖേമിലെ ജീവിതമൊക്കെ നാശത്തിന് കാരണമായി തീർന്നു. തലമുറ നഷ്ടപ്പെടാൻ തുടങ്ങി, നഷ്ടപ്പെട്ടു. എല്ലാ മേഖലകളിൽ കളങ്കപ്പെട്ടു. നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടെന്നല്ല, പല വിധത്തിൽ നിങ്ങൾ ആ ഭാഗങ്ങൾ വായിക്കുക. ദൈവം 35 വിളിച്ചിട്ട് പറഞ്ഞു, നീ നേർച്ച നടന്ന സ്ഥലത്തേക്ക് നീ പോകാം. അപ്പോൾ ആ സ്നേഹം നോക്കിക്കൊണ്ട് അവിടെ ദൈവത്തോട് പരമാർത്ഥ സ്നേഹമില്ല, ബാക്കിയുള്ളവരോട് പറഞ്ഞവരോട് സ്നേഹമില്ല. അപ്പോൾ ഒന്നാമത്തെ സ്നേഹം എന്ന് പറഞ്ഞാൽ വാത്സല്യമാ, അതാർക്കുമില്ല. രണ്ടാമത് ഈറോസ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹമാ. ഇനി ഇസഹാക്കിനെ റിബേക്ക നോക്കിക്കേ. മൂത്തവനോട് അപ്പന് സ്നേഹം, ഇളയവനോട് അമ്മയ്ക്ക് സ്നേഹം, അമ്മയ്ക്ക് തേങ്ങ ചിരണ്ടി കൊടുക്കുന്നത് കൊണ്ട് യാക്കോബിനോട് സ്നേഹം, കൂടാരവാസി, പാചകക്കാരന്. ചേട്ടനാണെങ്കിൽ അപ്പന് ഇറച്ചി എവിടെ നിന്നെങ്കിലും വേട്ടയാടി കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് അപ്പന് കണ്ണു മങ്ങിയിട്ടും അപ്പന് സ്നേഹം മൂത്തവനോടാണ്. സ്നേഹത്തിൻ്റെ വ്യത്യസ്തതകളാണ് പറയുന്നത്. കാശുണ്ടോ സ്നേഹമുണ്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ ആത്മീയമായി ക്രിസ്തുവുമായിട്ട് ചേർന്നിരിക്കുന്നിടത്തോളം സ്നേഹം വേറൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. അടുത്തതായിട്ട് നാം ചിന്തിക്കുമ്പോൾ, ഒന്ന് സ്റ്റോർഗെ,
2 ഈറോസ്, 3 ഫിലയോ. സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം. ഫിലദൽഫിയ സഭയോട് ദൂത്. ഫിലദൽഫിയ, ഫിലയോ, സ്നേഹം, സഹോദര സ്നേഹം. ഇന്ന് ആത്മീയ സഹോദരൻ, ബാക്കിയുള്ളതൊക്കെ ഇവിടെ. ആത്മീയ സഹോദരന്മാർക്ക് എത്ര പേർക്ക് സ്നേഹമുണ്ട്? ഇസ്രായേൽ ജനത്തിൻ്റെ കയ്യിലിരുന്ന പാരയുമായിട്ടാണ് എല്ലാവരും സ്നേഹിക്കുന്നത്. ഒരുത്തൻ്റെ തകർച്ച കാണാൻ, ഒരുവനൊരു ആത്മീയമായി ഒന്ന് ഉയർന്നാൽ അടിച്ച് താഴെയിടാൻ എല്ലാ മേഖലകളും നോക്കുമ്പോൾ സ്നേഹമെന്ന് പറഞ്ഞത് സഹോദരന്മാർ തമ്മിലില്ല. ഇനി സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ നോക്ക്. അതിന് തെളിവ് അമാലേക്യനും ഏശാവ് പരമ്പരയിൽപ്പെട്ടവനും യാക്കോബിൻ്റെ പരമ്പരയിൽപ്പെട്ടവന്മാരും തമ്മിൽ ആഴുന്ന അടി. അവരുടെ ദേശത്തു കൂടെ പോയപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ വന്നു. സഹോദരന്മാർ തമ്മിൽ സ്നേഹം ഇല്ല. സഹോദരന്മാർ തമ്മിൽ സ്നേഹമില്ല. സഹോദരിമാർ തമ്മിൽ ഒട്ടുമില്ല. ഒരു സ്നേഹമില്ല. എല്ലാവരും കൈയടിക്കുന്നു, നമ്മളും കൈയടിക്കുന്നു, പാടുന്നു, ആരാധിക്കുന്നു. ഞാൻ ചോദിക്കുന്ന, സഹോദരന്മാർ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ ഈ സഭകളിൽ അടി നടക്കുമോ? സഭകളിൽ ഭിന്നിപ്പ് നടക്കുമോ? കസേരകളി നടത്തുമോ? ഒന്നും നടത്തൂല. എൻ്റെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ക്രിസ്തുവിൻ്റെ സ്നേഹം ഈ വ്യക്തികളിൽ ഇല്ല എന്നുള്ളതാണ്. പദവിക്ക് വേണ്ടി, പണത്തിന് വേണ്ടി ഇവരെ സ്നേഹിക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു ഇലക്ഷനൊക്കെ വരുമ്പോൾ എത്ര കോടി രൂപയാണ് വാരി ചിലവാക്കുന്നത്. നമ്മുടെ ഈ ലോകപ്രകാരമുള്ളതല്ല, നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരമുള്ള, ഞാൻ ആത്മീയ കോളത്തിലാണ് പറയുന്നത്. അവിടെ ഈ ഇലക്ഷന് അത് പത്രോസിൻ്റെ ആത്മാവ് കയറിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം യേശുക്രിസ്തു പറഞ്ഞു, കാത്തിരിക്കാൻ പറഞ്ഞു. ഞാനെല്ലാം തിരുവെഴുത്തിന് ആധാരമായിട്ടാണ് പറയുന്നത്. കാത്തിരിക്കാൻ പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 24:49, 1:4, 1:8, 1:12 മുതൽ 15 വരെയുള്ള ഭാഗങ്ങൾ. 120 പേർ കാത്തിരുന്നു. അവരുടെ മേലെ പരിശുദ്ധാത്മാവും വന്നു. എന്നാൽ ഇതിനിടയ്ക്ക് 1-ാം അധ്യായത്തിൽ ഈ പുള്ളി പെട്ടെന്ന് യൂദ ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക് ചാടിക്കേറി. പരവേശം, ആവേശം. ആവേശം അങ്ങോട്ട് കയറിയിട്ട് യൂദ ഒഴിഞ്ഞുപോയ സ്ഥാനത്ത് ഒരു പ്രസംഗവും പ്രസംഗിച്ചിട്ട് ആത്മാവ് വന്നിട്ടില്ലേ? പണ്ട് ഊതി കൊടുത്തത് യോഹന്നാൻ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ന് ഭയപ്പെട്ടിരുന്നവരുടെ മേലെ യേശുക്രിസ്തു ഊതിയതും കൊണ്ടാണ് നടക്കുന്നത്. ഇന്നും മിക്കവാറും പേരൊക്കെ ഊതിയതും കൊണ്ട്, ആരെങ്കിലുമൊക്കെ ഒന്ന് ഊതിയ ഇപ്പോൾ ഊത്തുകാരെയൊന്നും കാണാറില്ല. പണ്ട് ഊത്തിൻ്റെ ബഹളമായിരുന്നു. ഒരു 10 വർഷത്തിന് മുമ്പ് ഊത്തിൻ്റെ ബഹളമായിരുന്നു. ഊതും താഴെ വീഴും, ഊതിയാലും താഴെ വീഴും, ഊതിയില്ലെങ്കിലും താഴെ വീഴും. മനസ്സിലായില്ലേ? ഊത്തുകാരുടെ വേളം. ഇപ്പോൾ ഊത്തുകാരെ കാണാനില്ല. പയറുകാരെ ഇപ്പോൾ പയറായിട്ടിരിക്കുക, ഒന്നിനെയും കാണാനില്ല. പിന്നെ ഈ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവരേ ഉള്ളൂ സ്റ്റേജുകളും ഓരോ സ്ഥലത്തൊക്കെ വിളിച്ച് ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അന്നും വചനം പ്രസംഗിക്കും, ഇന്നും വചനം പ്രസംഗിക്കും. വചനത്തിൽ കൂടെ വിടുതലുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനത്തിൽ കൂടെ വിടുതലുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങളെ പ്രസംഗിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ അത്ഭുതത്തിൻ്റെ പുറകെ പോകാറില്ല, പയറിൻ്റെ പുറകെ പോകാറില്ല, ഊത്തിൻ്റെ പുറകെ പോകാറില്ല. ഊത്തിൻ്റെ പുറകെ നോക്കണം, വാക്ക് ശ്രദ്ധിച്ചോണ്ടേ. ഊത്തിൻ്റെ പുറകെ പോകാറില്ല, യൂത്തിൻ്റെ പുറകെ പോകാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ. ഓക്കെ, അവരൊക്കെ എന്ത് ചെയ്യണം? മാനസാന്തരത്തിലേക്ക് നയിക്കണം. കുഞ്ഞുങ്ങളെ നേരായ പാതത്തിലേക്ക്, ആത്മീയ ശിക്ഷണത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങൾ പോകാറുണ്ട്. ആത്മീയ ശിക്ഷണം. അപ്പം സഹോദര സ്നേഹം ആത്മീയമായിട്ട് ഇല്ല. ഈ ഗ്രീക്കിൽ 4 പദം. 1 സ്റ്റോർഗെ, വാത്സല്യം. 2 ഈറോസ്, കുടുംബജീവിതം, ഇണകൾ തമ്മിൽ പ്രകടിപ്പിക്കുന്ന സ്നേഹം. 3 സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം.
ഒരു പോയിന്റ് കൂടെ പറയാൻ വിടാം. യോസഫിന് ദർശനം ഉണ്ടായിരുന്നു. ജനസിസ് ചാപ്റ്റർ 37 37 ദർശനം ഉണ്ടായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് പുള്ളി ദർശനം കണ്ട് അതിനെ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ, വ്യാഖ്യാനമില്ലായിരുന്നു, ദർശനം കണ്ടത് പറഞ്ഞപ്പോൾ ദുഷിച്ചു, പകച്ചു, അധികം ദുഷിച്ചു എന്നൊക്കെ കിടക്കുന്നു 37. എന്നാൽ പിന്നത്തേതിൽ നമ്മൾ കാണുമ്പോൾ അപ്പം പറഞ്ഞു, മക്കളെ നീ ഒരു കാര്യം ചെയ്യ്, ചാട്ടന്മാരുടെ ക്ഷേമാന്വേഷണം നടത്തി അവർക്ക് തിന്നാനുള്ളതും കൊണ്ട് പോകുമെന്നും പറഞ്ഞ് കൊണ്ടുപോയപ്പോൾ യവന്മാർ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഇവനെ കൊല്ലുവാനുള്ള പദ്ധതി ഒരുക്കുക. അവർക്ക് സ്നേഹമുണ്ടാകും. എങ്കിലും യൂദ പറഞ്ഞ് അവനെ കൊല്ലരുതെന്ന് മാത്രമേ യൂദ പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞത് കൊല്ലണമെന്ന്. കൊല്ലുന്ന സ്നേഹം. ഈ സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവവചനത്തിലാണ് പറയുന്നത്, ഞാൻ ലോകക്കാരെയല്ല പറയുന്നത്. നമ്മളിൽ സ്നേഹമില്ല, നമ്മുടെ ആത്മീയ സഹോദരന്മാർക്ക് സ്നേഹമില്ല. അടുത്തതാണ് അകപ്പെ. ആ ഭാഗം ഞാൻ അവിടെ വിടുക. അകപ്പെ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ അറിയാം. 34 മുതലുള്ള ഭാഗങ്ങൾ വായിച്ചു. 34-ാം വാക്യം പറയുന്നു, യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞ് ഈ മരിക്കുന്നതിന് മുമ്പ് കാലോടിക്ക് ഒരു സംവിധാനമുണ്ട്. അങ്ങനെ ക്രൂശിൽ കിടന്ന 2 കള്ളന്മാരുടെയും കാലോടിച്ചിട്ട് കർത്താവിൻ്റെ അടുത്ത് വരുന്ന കർത്താവ് മരിച്ചു. മരിച്ചവൻ്റെ കാലോടിക്കാൻ വ്യവസ്ഥയില്ല. കാരണം പ്രവചനമുള്ളവൻ്റെ കാലോടിയത്തില്ല. സങ്കീർത്തനം 34:20 ഒരു പ്രവചനം കിടക്കുക, നിൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകത്തില്ല. യമാരെ ഓടിക്കാനായിട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു? സംഭവം മരിച്ചു. എന്നിട്ട് അവർക്ക് സംശയം തീരാണ് 34-ാം വാക്യം പറയുന്നു, ഒരു പടയാളി കുന്തം കൊണ്ടൊരു കുത്തുകുത്തി, വിലാപ്പുറത്തൊരു കുത്തുകുത്തി, രക്തവും വെള്ളവുമായി ഒഴുകി. അവസാന തുള്ളി രക്തം വരെ. ഒരു ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ ഞാൻ ഓർക്കുന്നു, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ഹാർട്ടിനകത്തെങ്കിലും കുറച്ച് രക്തം അടക്കുമ്പോൾ ആ ഹാർട്ടിനകത്ത് കുറച്ച് ബ്ലഡ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷെ യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഹാർട്ടിൽ പോലും ഒരു തുള്ളി ബ്ലഡില്ല. ആ രക്തം, പാപമില്ലാത്ത രക്തം, പുണ്യാക രക്തം, ആ രക്തം വെള്ളവുമായി ഒഴുകി. എന്ന് പറഞ്ഞാൽ എന്താ? മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവസാന തുള്ളി രക്തം വരെയും കർത്താവായ യേശുക്രിസ്തു ഊറ്റിത്തന്നു. മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, മഹത്വകരം. ബാക്കി ഭാഗങ്ങൾ അടുത്ത ഭാഗത്തേക്ക് വരുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി അടിയനെ സമർപ്പിക്കുന്നു. തിരുവചന ചിന്തകളിൽ നിന്ന് ചില കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. നന്ദി പറയുന്നു. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്കായി, പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു. രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. പോലീസ് അധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. ജഡ്ജിമാർ, വക്കീലന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. മത്സ്യം പിടിക്കുവാൻ പോകുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കെടുതി മൂലം ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെമ്പാടും കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന ദൈവദാസന്മാർ, ദാസിമാർ, കുഞ്ഞുങ്ങൾ, കുടുംബാംഗങ്ങൾ, കുഞ്ഞുകുട്ടികൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് മാനിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അടിയനെയും കുടുംബമായി 3 കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. കർത്താവെ, ലഭിക്കുന്ന സമയം ക്രിസ്തുയേശുവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽപ്പാൻ സഹായിക്കുന്നു. നന്ദി പറയുന്നു. രോഗികളായി കിടക്കുന്നവർ, കടഭാരത്തിലായിരിക്കുന്നവർ, ബന്ധുമിത്രാദികൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടവർ, ദുഃഖത്തിലായിരിക്കുന്നവർ, ഭവനം നഷ്ടപ്പെട്ടവർ, വാടക വീട്ടിൽ കിടക്കുന്നവർ, വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തവർ അനേകരുണ്ട്. പിതാവേ, കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചയക്കുവാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 29 സംസ്ഥാനത്തിലെ ഇന്ത്യ മഹാരാജ്യത്തിൽ 29 സംസ്ഥാനമുണ്ട്. അതിലെ മുഖ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 29 പേരും 29 മുഖ്യന്മാർക്കായി സംസ്ഥാനത്തിലെ മുഖ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അവരും കർത്താവ് നീതിന്യായം നടത്തട്ടെ. എല്ലാവർക്കും മാനസാന്തരം ഉണ്ടാകുവാൻ ദൈവമിടയാക്കണം. അങ്ങനെ ചെയ്തതിനായി സ്തോത്രം, മഹത്വം എല്ലാം എടുക്കണം. പ്രാർത്ഥന കേട്ടുള്ള നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.